കേരള സ്വാദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു KFC ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ KFC ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരിക്കും. അതേ ടേസ്റ്റിൽ ഒരു ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു KFC ചിക്കനാണ്. നിങ്ങളെല്ലാവരും KFC ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരിക്കും. അതേ ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 1/2 കപ്പ് മൈദ, 1/3 കപ്പ് കോൺഫ്ലോർ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ. ഈ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ഇപ്പം നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത്രയും സാധനമാണ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഓരോന്നായിട്ട് നമുക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോർ ഇട്ടു, ഇനി മൈദ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഒത്തിരി കളർ നമുക്കിതിന് ആവശ്യമില്ല, ചെറിയ ഒരു ഷെയ്ഡ് മതി. നമുക്ക് 1/2 ടീസ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ എരിക്ക് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല കളറാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇത് 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ ഞാൻ മാറ്റി വെക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസും ഇതിനകത്ത് മുക്കി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന KFCയുടെ അതേ ടേസ്റ്റിലാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് എല്ലും കൂടിയുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. KFCക്ക് എല്ലൊന്നും പ്രശ്നമില്ല. എല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ബാക്കിയിരിക്കുന്ന പൊടി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ അപ്പോഴത്തേക്ക് പൗഡർ എല്ലാം കൂടെ ഈ ചിക്കനെല്ലാം പിടിച്ചിരിക്കും. അത് അന്നേരം നമ്മൾ ഒന്നും കൂടി നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് ഒന്നും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. 1 മണിക്കൂറായി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആ പീസിലെല്ലാം അതിൻ്റെ പൊടികളെല്ലാം പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ പൊടി തന്നെ ഓരോന്നും അതിനകത്ത് മുക്കി നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ വെച്ചിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തപ്പോഴാണ്. സൺഫ്ലവറിനകത്ത് ഫ്രൈ ചെയ്തപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസും ആ പൊടിക്കകത്ത് തന്നെ മുക്കി ഇട്ട് കൊടുക്കും. തീ കുറച്ച് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അകം വെന്ത് കിട്ടത്തില്ല. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ മെഷറിംഗ് കപ്പ് 250 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ ആ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. എനിക്കൊരു ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർക്കും. ക്രിസ്പിയായിട്ട് കിട്ടും. ചിക്കനെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
KFC ചിക്കൻ്റെ കൂട്ട് തന്നെ നല്ലൊരു മണമാണ്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇത്ര കഴിക്കാത്തവരും കഴിക്കും. നല്ല സ്മെല്ലുമുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ചിക്കനെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. KFCയുടെ അതേ ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലും KFC ചിക്കൻ ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.